പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്കും നല്ലവരെ അറിയാം. വീട്ടുകാരും അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഇട്ടും കൊണ്ട് തന്തയില്ലായ്മയാണ് ഇവൻ കാണിച്ചിട്ടുള്ളത്. അതായത് ഇവന്റെ പേര് അതുൽ എന്ന് തന്നെയാണ്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ഫീലാണ് എനിക്ക് ഫസ്റ്റ് ന്യൂസ് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്റെ പേര്, എന്റെ സെയിം പേര്. ഓക്കെ, അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആറ്റുകാലില് ആണ് സംഭവം നടന്നിട്ടുള്ളത്. ആറ്റുകാൽ അമ്പലത്തിലൊന്നും അല്ല, ആറ്റുകാലാണ് സ്ഥലം. അവിടെ ഭർത്തൃ വീട്ടിൽ ആരതി എന്ന് പറയുന്ന പെൺകുട്ടി സ്വയം ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല വിഷയം. അവൻ വെറും ചെറ്റ മദ്യപാനവും ഈ ഗാർഹിക പീഡനവും ഒക്കെയാണ്. 50 പവൻ വാങ്ങി ആണ് ഈ നാറ് കെട്ടിക്കൊണ്ട് പോയത്. സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ്, നിയമപരമായിട്ട് ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഇവിടെ ഒരു ഒലക്ക് നടക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ അത് കച്ചവടത്തിന് തുല്യമാണ്. കച്ചവടമാണ് നടക്കുന്നത്. ഒരു പെണ്ണ് കെട്ടുക അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് കച്ചവടമാണ്. നിങ്ങളുടെ മക്കളെ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ, ചെറുക്കൻ്റെ വീട്ടുകാർ എടുക്കണമെങ്കിൽ എനിക്ക് ഇത്ര തരണം. കച്ചവടമാണ്. അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. ഇതിന്റെ പേരിൽ ഗാർഹിക പീഡനങ്ങൾ നടക്കുന്നത് സർവ്വസാധാരണമാണ്. എടാ, ഈ മൊണ്ണകളായിട്ടുള്ള ആണുങ്ങളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ത്രീധനം വാങ്ങുന്നവന്മാരടുത്താണ് എനിക്ക് പറയുന്നത്. നിന്റെയൊക്കെ നട്ടലിന് ഒരു വാഴപ്പിണ്ടി. നിനക്കൊക്കെ അധ്വാനിച്ച് നിനക്കൊക്കെ 10 കാശുണ്ടാക്കാനുള്ള ഇത് തന്നിട്ടില്ലേ? ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിന്റെ കണ്ണാക്കി ചുരുക്കി തന്നാലേ നിനക്കൊക്കെ ഇറങ്ങത്തുള്ളൂ. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇങ്ങനെ കുറെ തന്തയില്ലാത്തവന്മാരുണ്ട്. ഇങ്ങനെ ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള വിഷയങ്ങൾ. പിന്നെ ചില പയ്യന്മാർക്ക് വലിയ പ്രശ്നം കാണത്തില്ല കേട്ടോ. അവന്റെ വീട്ടുകാർക്കായിരിക്കും കടി. പയ്യന്മാരിങ്ങനെ നിൽക്കും ആമയെ പോലെ. അങ്ങനത്തെ വിഷയങ്ങളും ഉണ്ട്. ഇതൊക്കെ പേഴ്സണലി കുറേയൊക്കെ നമ്മൾ കഥകൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിയാവുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഗവൺമെന്റ് ജോലി എന്ന് ചില പെണ്ണുങ്ങളെ വീട്ടുകാർ നോക്കി ഓടിക്കണ്ട് നടക്കും. ഗവൺമെന്റ് ജോലി. ഇവന്റെ കണ്ണാക്കിൽ കുറെ അങ്ങോട്ട് പവനും ലക്ഷങ്ങളൊക്കെ ചൊരുക്കി കൊടുക്കണം. എങ്കിലും ഈ ഗവൺമെന്റ് ജോലിയുള്ളവന്മാർ പെണ്ണുങ്ങളെയും കെട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറെ കച്ചവടമാണ്. ഇതൊക്കെ ബേസിക്കലി ഒരു ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, നല്ലപോലെ ജീവിക്കണം, സ്നേഹം, കുടുംബം, ഇതൊന്നും അല്ല. കച്ചവടം. ഗവൺമെന്റ് ജോലിയുള്ള മരുമകന് എൻ്റെ മോളെ തരാം. ഇത് ഇവിടെ നിന്ന് പെൺവീട്ടുകാർ ഒരു കച്ചവടം നടത്തുന്നത്. അതായത് ഗവൺമെന്റ് ജോലിയുള്ളവന് ഞാൻ ഇത്ര പണവും ഇത്ര സ്വർണവും തന്ന് കാറും തന്ന് എൻ്റെ മോളെയും തരാം. കച്ചവടം. ആ ഗവൺമെന്റ് ജോലിയുള്ളവൻ തിരിച്ചു ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനൊരു കച്ചവടമാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഭവമാണ് നടക്കുന്നത്. ഈ അങ്ങോട്ട് വാരിക്കോരി കൊടുത്ത് ഓരോ പെൺമക്കളെ കെട്ടിച്ചു വിടും. അവസാനം അവനത് കുറെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം വിറ്റ് മുടിച്ച് തിന്നതിന് ശേഷം പിന്നെ അവന് അടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് തികയാതെ വരും. അങ്ങനെ അടുത്ത് വീണ്ടും പ്രശ്നങ്ങളാവും. ഈ കെട്ടിപ്പോയ പെൺകുട്ടി അവിടെ പോയിട്ട് സഫർ ചെയ്യും. അപ്പോൾ വീട്ടിൽ വിളിച്ചു പറയും, അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾ അവിടെ നിന്ന് പരാതി വിളിച്ചു പറയുമ്പോൾ, മോളെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നില്ല് കേട്ടോ, അതൊക്കെ ഉണ്ടാവും, കുടുംബജീവിതമല്ലേ, സർവ്വസാധാരണം. അടി 2 കിട്ടിയ അമ്മേ, അത് കുഴപ്പമില്ല മോളെ, 2 ദിവസം കഴിയും, കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശീലമായിക്കോളും, ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടി തന്നെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് നോർമലൈസായി പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം മക്കൾ ഇതുപോലെ എന്തെങ്കിലും സ്വയം ജീവനൊടുക്കി തീരുമ്പോൾ അല്ലെങ്കിൽ ഈ കെട്ടിക്കൊണ്ടുപോയി തീർക്കുമ്പോൾ ഇതുപോലെ ഓരോന്നും കുടയും പിടിച്ചിറങ്ങി. അതുവരെ ഇതിനൊന്നും ഒരു അനക്കവും കാണത്തില്ല. ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണ്. വിസ്മയുടെ കേസ് അറിയാമല്ലോ. ഇതുപോലെ എത്ര പെൺകുട്ടികൾ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ തീർന്നിട്ടുണ്ട്. ഞാൻ ഈ നാറി അതുലിന്റെ വീഡിയോ കൊടുക്കുക. എനിക്ക് എൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് എന്നെ പറയണമല്ലോ തോന്നുന്നു. സത്യം. എന്തായാലും അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന ഒരു വീഡിയോ കൊടുക്കുക. ആ പാവം പെണ്ണിനെ തീർത്തില്ല, കടയാടി മോനെ. ഈ പുന്നാര മോനെ കണ്ടാ പറയോ ഇവ ഇത്രയും വലിയൊരു ചെറ്റയാണ്. എന്ത് ഡീസന്റ് ക്ലീൻ ഷാവൊക്കെ ചെയ്ത് മുടിയൊക്കെ കൊതി മീശയൊക്കെ മഞ്ഞിട്ട് വച്ച് ഇങ്ങനെ നടക്കുന്നു. നല്ല പയ്യനല്ലേ, തങ്കക്കുട. നമ്മളെ പോലെ താടിയും മുടിയും വളർത്തി കിടക്കുന്നവന്മാരെ കാണുമ്പോൾ ചൊരുക്കാണ്. നാട്ടുകാർ നാറികൾ പറയുന്നത് കഞ്ചാവാണ്. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന ആരോപണങ്ങൾ. നമ്മളെ പോലെ താടിയും മുടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ അമ്മമാർ കേടുകെട്ടന്മാരോ യുവമാർക്ക് പെണ്ണെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ കാര്യം ഗതാഗത. എന്നാൽ ഇതുപോലെ മാന്യന്മാരുടെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ചെറ്റകളാണ് ഏറ്റവും വലിയ തന്തയില്ലാത്തവന്മാർ.
ഇതൊക്കെ ഒരുപാട് ഇവന് ഗവൺമെന്റ് ജോലി വല്ലതും കാണുമായിരിക്കും, അതായിരിക്കും എന്നെ എടുത്ത് വിട്ടു കൊടുത്തത്. 50 പവനല്ല എൻ്റെ അണ്ണാക്കി കൊണ്ട് തള്ളി കൊടുത്തത്. 50 പവന്റെ വില ഇന്ന് എത്ര എവിടെ കിടക്കണം? ആ പെണ്ണ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ പെണ്ണ് ചാറ്റുകൾ, അത് ഇത് എന്തൊക്കെ സഹിച്ച് ഈ നാറിയുടെ അടുത്തുനിന്ന് സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളവിടെ കുറച്ച് നാളുകൂടി നിന്നോ, അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോ, നിൽക്കണേ. ഇനി എടുത്ത് പുതച്ച് കിടത്തിയല്ലോ, വീട്ടുകാർക്ക് സമാധാനമായില്ലേ? ഇതൊന്ന് ന്യായീകരിക്കണം എന്തിനും? ഞാൻ ആ ന്യൂസ് കൊടുക്കാം, കാണും. തിരുവനന്തപുരം ആറ്റുകാലിൽ ഭർത്തൃ പീഡനം കാരണം ജീവനൊടുക്കിയ ആരതിയുടെ ചാറ്റ് വിവരങ്ങൾ പുറത്ത്. ആരതിയും അമ്മയുമായുള്ള മാർച്ച് 17 ചാറ്റ് വിവരങ്ങളാണ് പുറത്തു വന്നത്. മർദ്ദനത്തിലുണ്ടായ പാടിന ചിത്രങ്ങൾ ആരതി പങ്കുവച്ചിരുന്നു. അമൃത തിരുവനന്തപുരത്ത് നിന്നുണ്ട്. പറയൂ അമൃത, വിവരങ്ങൾ എങ്ങനെയാണ്? നിമ്മി, ആരതിയും അമ്മയും തമ്മിൽ സംസാരിച്ചതിന്റെ ചാറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് 17 ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ അതുൽ മർദ്ദിച്ചതിന് ശേഷം ആരതിയുടെ ദേഹത്തുണ്ടായ ഈ മുറിപ്പാടുകൾ, ഇതിന്റെ ചിത്രങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചെന്ന് നേരത്തെ അമ്മ തന്നെ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ചിത്രങ്ങൾ അയച്ചിരിക്കുന്നത് ഈ ചാറ്റിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല, ഈ അതുലിന്റെ മാതാപിതാക്കൾക്ക് ഈ വിവരം അറിയാമായിരുന്നു എന്ന് ഇന്ന് ആരതിയുടെ അമ്മ നമ്മളോട് പറഞ്ഞിരുന്നു. ഇതിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില ചാറ്റുകൾ ഈ മാർച്ച് 17 ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. കഴിഞ്ഞ ദിവസം ആരതിയുടെ ആത്മഹത്യ ചെയ്ത ദിവസം ആരതിയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു മാതാപിതാക്കൾ. പക്ഷേ ആരതി ചെല്ലാൻ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് മകളുടെ മരണവിവരമാണ് ഈ ആരതിയുടെ മാതാപിതാക്കൾ അറിയുന്നത്. ഈ ആരതിയെ അതിൽ നിരന്തരമായി മർദ്ദിക്കുമെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ അമ്മയും ആരതിയും തമ്മിലുള്ള ചാറ്റിൽ നിന്നും ഇപ്പോൾ വെളിവായിരിക്കുന്നത്. നിലവിൽ അതുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുലിനെതിരെ നിലവിൽ ഗാർഹിക പീഡന നിരോധന നിയമം, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. നിരന്തരമായി അതുൽ ആരതിയെ മർദ്ദിച്ചിരുന്നു എന്നാണ് പോലീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരതിയുടെ ശരീരത്തിൽ പഴയതും പുതിയതുമായ 17 മുറിവുകളാണ് ഇൻക്വസ്റ്റ് നടപടിയിൽ കണ്ടെത്താൻ സാധിച്ചത്. ഇത് ഈ മർദ്ദനത്തിന്റെ തെളിവായി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ചാറ്റ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഒരു ദിവസത്തെ ചാറ്റ് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ ആരതി അമ്മയോട് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അമ്മ ആരതിയെ വീട്ടിലേക്ക് പലതവണ തിരികെ വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ അതുലിനോടുള്ള സ്നേഹം മൂലം ഈ ആരതി അതുലിനൊപ്പം താമസിക്കാൻ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു. മാത്രമല്ല, ഒരു തവണ ആരതി പിണങ്ങി വീട്ടിൽ വരികയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും അതുൽ തിരികെ വന്ന് വിളിച്ചപ്പോൾ കൂടെ പോവുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഒരു ദിവസത്തെ ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ ദിവസത്തെ തെളിവുകൾ ഉടൻ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ദിവസത്തെ ചാറ്റ് വിവരണങ്ങൾ ഞാനൊന്ന് വായിച്ചു തരാം. അതിനു മുന്നേ ന്യൂസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അമ്മ ആരതിയെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ആരതി തിരിച്ചു പോയിട്ടില്ല. പകരം അതുലിനോടുള്ള സ്നേഹം. അയ്യോ, അതുലെന്ന പേര് കേൾക്കുമ്പോഴേ അറിഞ്ഞൂടാ കോഴിയാണെന്ന്. എനിക്കും കൂടി ബാധിക്കുമല്ലേ? വേണ്ട. ഓക്കെ, ഈ അതുലെന്ന് പറയുന്ന പേര് കേട്ട നല്ലവന്മാരാണ്, എന്നെ പോലുള്ളവന്മാർ. അത് വിട്. പക്ഷേ ഇതുപോലുള്ള ഒരു കടയാടിയുടെ അടുത്ത് സ്നേഹമാണെന്ന് ഉപദ്രവിക്കുന്നുണ്ട്. ഹാർഡ് കോറായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട മെൻറ്റാലിറ്റി ഉള്ള, മദ്യപിച്ച് വന്ന് സ്വന്തം ഭാര്യ എടുത്ത് അടിക്കുന്ന ഇതുപോലത്തെ നാറികളെ കൂടെ നിന്നല്ലോ എൻ്റെ പൊന്നാരതി. നിന്റെ ജീവിതവും ജീവനും നീ തീർത്തില്ലേ? എനിക്കൊരു ഡൗട്ടുണ്ട്, ആരതി ഇവൻ തീർത്തതാണെന്ന്. എനിക്ക് അത് സംശയമില്ലാതില്ല. ഇവൻ്റെ ആട്ടും തുപ്പും തൊഴിയും കൊണ്ട് അവിടെ സഹിച്ച് നിന്നിട്ട് അമ്മ ചോദിക്കുമ്പോൾ ആരതി പറയുന്നത് അത് കുഴപ്പമില്ല, അതിലേട്ടൻ്റെ സ്നേഹമാണെന്നുള്ള രീതിയിൽ നിന്നെന്നല്ലേ പറയുന്നത്. ആ സ്ഥിതിക്ക് ഇവൻ തീർത്തതാണോ, ഇവൻ കയ്യബദ്ധം അടിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യബദ്ധം പറ്റിയിട്ട് എടുത്ത് തൂക്കിയത് അല്ല എടുത്ത് അടിച്ചിട്ടതാണോ എന്ന് അറിയാൻ പാടില്ല. അതൊരു സംശയമുണ്ട്. ഞാൻ എന്തായാലും ചാറ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഭരതന്നൂർ പോവാനും അമ്മ പറയുന്നു, ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, എന്തോ ഇതെല്ലാം സ്പീഡിൽ പോകണമല്ലോ. മെസ്സേജ് ഇട്ടേക്കാം. അവൻ അവിടെ അച്ഛൻ കാണട്ട്, ഞാൻ സ്വയം ഉണ്ടാക്കിയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാവം പെണ്ണ് സകലമാണ് ഇതും എടുത്ത് അയച്ചു കൊടുക്കുന്നത്. സജിതയോട് ഞാൻ പറയണോ? ദൈവമേ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പൗസ് ചെയ്ത് വായിച്ചോ, ആ ന്യൂസിൽ തന്നെ ഉണ്ട്. എനിക്ക് എന്ത് പറയാൻ, ഇതൊക്കെ എന്ത് പറയാനാണ്? എന്ത് പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? ആ മോള് പോയി അല്ലേ. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുന്നേ ഈ പറയുന്ന പെൺകുട്ടിയുടെ ആരതിയുടെ അമ്മ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, കേൾക്കാം. പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്കും നല്ലവരെ അറിയാം. വീട്ടുകാരും അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം നമ്മള് ഫോണിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നീട് അപ്പൊ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ എന്റെ ഫോണിലോട്ട് അയച്ച് എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ആ സമയം തൊട്ടും ഇവള് കാണാൻ വന്നപ്പോ കള്ളു കുടിക്കുമെന്ന് വെച്ചപ്പോ ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് അവന് എവിടെ ഇരുന്ന് കള്ളു കുടിച്ചിട്ട് കൂട്ടുകാര് ഇവന്റെ ഫോണിൽ നിന്നാണ് ഇവക്കൊരു ഇത് വന്നത്. അതില് ഇവനെ കാണാനില്ലായിരുന്നു, ബാക്കിയുള്ളവർ എന്ന് വെള്ളം അടിക്കുന്നത്. അപ്പൊ ഇവക്ക് മനസ്സിലായി അവൻ കുടിക്കും. അപ്പൊ ഞാൻ മിനിയാന്ന് പറഞ്ഞപ്പോഴും നീ വാ ഇവിടെ നിക്കാന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, അപ്പൊ ഞാൻ അത്രയും അങ്ങ് സ്നേഹിച്ചു പോയി, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. ഞാൻ സ്നേഹം കിട്ടാതെ വളർന്നത് കൊണ്ടാണ് എന്തോ എനിക്ക് പിന്നീട് എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേട്ടൻ, ഞങ്ങൾ അത്രയും സ്നേഹിച്ചു പോയി.
എന്ത് സ്നേഹം? അവൻ്റെ തുമ്പിലെ തരിപ്പ് മാറാൻ വേണ്ടി വന്ന് പണ്ണാൻ മാത്രം വരും. അല്ലാണ്ട് ഇവനൊക്കെ എന്ത് സ്നേഹം? പച്ചയ്ക്കാൻ പറയുക എന്ത്, അല്ലാതെ ഇവനൊക്കെ എന്ത് സ്നേഹമാണുള്ളത്? അവൻ്റെ തുമ്പിൽ കടിക്കുമ്പം ചൊറിച്ചിൽ തീർക്കാനും വരും. പിന്നെ അവളെ എടുത്തിട്ട് ഉപദ്രവിക്കും. സ്വർണം ഇത്രയല്ലേ, ഇനിയും വേണം, തീർന്നുപോയി, ബാക്കി കൊണ്ടുപോവാ. പക്ഷെ ഇതൊക്കെ എന്നാടാ വീട്ടുകാർ പഠിക്കും? ഞാനൊരു കാര്യം പറഞ്ഞു സീരിയസ്ലി, മക്കളിങ്ങനെ കെട്ടിപ്പോയ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവരെ കൊണ്ടിങ്ങ് പോരുക. ഓക്കെ, നേരെ പോരുക, ബാക്കി നിയമത്തിൻ്റെ വശത്തുനിന്ന് നോക്കുക. ഇട്ടിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് മക്കളിപ്പം ഇവിടെ ഈ ഒരു കേസിൽ ആരതി എന്നെ വാശി പിടിച്ച് അവിടെ നിന്നെന്നാണ് ഈ അമ്മ പറയുന്നത്. ഓക്കെ, ആരതി എന്നെ അവിടെ നിന്നു, എൻ്റെ സ്നേഹമാണ്, 8 ആയിട്ട് സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി നിന്നു. അവസാനം അവൾ തന്നെ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട്. ഓക്കെ, 8 ആയിട്ട് സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി അവിടെ സഹിച്ച് നിന്നിട്ട് പെട്ടെന്ന് അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അവിടെ എന്തോ ഒരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷെ ഈ അമ്മ പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ആരതി അങ്ങനെ ഒരു കടുങ്കൈ പെട്ടെന്ന് ചെയ്യില്ല. കാരണം ഇത്രയും അടിയും ഇതും തൊഴിയും സഹിച്ച് അവിടെ നിന്നിട്ടുണ്ട്. നിന്ന ആരതി പെട്ടെന്ന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ അപ്പുറം എന്തോ വിഷയം അവിടെ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് അടിയും തൊഴിയും സഹിച്ച് നിന്ന ആരതിക്ക് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് അവിടെ ബാക്കിയാവുന്നുണ്ട്. ഒരുപക്ഷെ ഇവൻ അടിച്ചപ്പോഴോ പിടിച്ചു തള്ളിയപ്പോഴോ മേ ബി എന്തെങ്കിലും സംഭവിച്ച ആരതി മരണപ്പെട്ടതിന് ശേഷം ഇവനെടുത്ത് ഇതാക്കിയതായിരിക്കും, സ്വയം ജീവനൊടുക്കിയെന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പിലാക്കിയതായിരിക്കാം. മേ ബി തൂക്കിയതാവാം, എടുത്ത് എന്തുവാവാം. അതുകൊണ്ട് അതിലെന്തോ ഒരു ദുരൂഹത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കടയടി മോനെ വെറുതെ വിടരുത്. ഇവിടെ ഈ സ്ത്രീധനം, മറ്റേ സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ പ്രേരിപ്പിച്ചു, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിയമത്തിൻ്റെ വശത്തുനിന്ന് കുരുക്ക് അഴിയാത്ത കുരുക്കാക്കി ഈ നാറി അതില്ല പിടിച്ച് അകത്തിട്ട് പരമാവധി ശിക്ഷ കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇവനെ പോലെയുള്ളവന്മാരെ എൻകൗണ്ടർ ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. അത് ഇവിടുത്തെ നിയമമൊന്നും ചെയ്യത്തില്ല, അതിനുള്ള ചങ്കുറപ്പ് ഇവിടുത്തെ നിയമത്തിനില്ല. ഇനി അമ്മാവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. അതിന്റെ ബാധ്യതയൊക്കെ തീർന്നു. ഈ കുട്ടിയും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. 1 വർഷം ഗവൺമെന്റ് സർവീസിൽ അപ്രന്റീസ്ഷിപ്പായിട്ട് ജോലി ഉണ്ടായിരുന്ന കൊല്ലത്ത് അത് തീരാറായപ്പോഴാണെങ്കിൽ നല്ല വിവാഹത്തിന് വന്നു. അത്യാവശ്യം തിരക്കി ഒക്കെയാണ് വിവാഹം ചെയ്ത് കൊടുത്തത്. പക്ഷേ ഒരു ക്രൂര സ്വഭാവം ഈ വിവാഹമുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഞങ്ങളെയൊക്കെ മുന്നിൽ, ഞാൻ മാമനാണെങ്കിലും ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും ഇവരുടെ ഇടയ്ക്കെല്ലാം അവരുടെ സ്വന്തം വീട്ടിൽ വന്നു പോകും. വരുമ്പോൾ വളരെ സന്തോഷമായിട്ടാണ് രണ്ടുപേരും കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു തമ്മിലൊരു വഴക്കുണ്ട് എന്ന് മാമൻ എന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതറിഞ്ഞ സമയം മുതൽ ഇന്നലെ ബോഡി കൊണ്ടുവരുന്നവരെ മെഡിക്കൽ കോളേജിലും പോലീസ് സ്റ്റേഷനിലും വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരു കുട്ടിക്കും ഇത് ഉണ്ടാകാതിരിക്കട്ടെ, ഒരു പെൺകുട്ടിക്കും കേരളത്തിലെ ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ എനിക്ക് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കുടുംബത്തിന്റെ ആവശ്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഈ കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ സർക്കാർ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഈ കേസ് വാദിക്കണം. പരമാവധി ശിക്ഷ ഇപ്പം അവസാനം ഞാൻ അറിഞ്ഞത് ഇവനെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെതായ ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വിവാഹിതരാകാൻ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഒരു കൗൺസിലിംഗ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ഒരു കൗൺസിലിംഗ് നിർബന്ധമാക്കാൻ ഒരു നിയമം കൊണ്ടുവരാൻ ഗവൺമെന്റ് കൂടി ആ കാര്യത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കണം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ വിജിലൻസിന്റെ 80, 85, 86 സെക്ഷനുകൾ അനുസരിച്ച് ഈ പരമാവധി ശിക്ഷ കിട്ടാത്ത വിധത്തിൽ ഈ കൈകാര്യം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ. ഇത് ആരതിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നത് അച്ഛനോടും അമ്മയോടും ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. പലതവണയായി അതിന്റെ ചാറ്റുകൾ, വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മരണം ഉറപ്പിക്കുന്നത് വരെ ഈ അതുൽ കാത്തിരുന്നു, വീട് തുറക്കാൻ വൈകി, അതിലൊക്കെ കുറച്ച് സംശയങ്ങളുണ്ട് എന്ന് പറയുന്നത്. ആത്മഹത്യയല്ല, കൊലപാതകം എന്നൊരു സംശയങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രക്ഷാകർത്തൃ നിലയിൽ ഞങ്ങൾക്കുണ്ട്. നേരിട്ട് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞില്ലെങ്കിൽ കൊലപാതകത്തിന് തുല്യമായ ഒരു ഗുരുതരമായ കുറ്റകൃത്യം തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ പോയതാണ്. എന്റെ മകളെ നിൽക്കുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ട ഒരാളാണ്. കാണാനുള്ള ഒരു മനശേഷി ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് വളരെ നിർബന്ധമായിട്ട് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പോയി കാണുന്നത് ഞാനും ഈ കുട്ടിയുടെ പോലീസിനെ കൂടി ചേർത്താണ് ഞങ്ങൾ വൈകുന്നേരം പോയി കാണുമ്പോൾ. അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഒരു വിളി വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുട്ടി രക്ഷിക്കുമായിരുന്നല്ലോ എന്നാണ് അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരും. ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ കൂടി അവിടുത്തെ ചുവട്ടുതൊഴിലാളികളും അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പറഞ്ഞത് ഈ പയ്യൻ ഒരു വിളി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ അപ്പൊ അത്ര ക്രൂരമായ ഒരു മനസ്സിന് ഉടമകളായി യുവാക്കൾ മാറിപ്പോകുന്നല്ലോ എന്നുള്ളതാണ്. അത് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ അവസരത്തിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. ഇയാൾ ഈ ആരതി മരിച്ചു എന്ന് അറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദവും ഇല്ലാതെ പെരുമാറുന്നു എന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന്. അയാൾ അതേ സ്വഭാവക്കാരനാണെന്ന് തെളിയിക്കുന്ന മുൻ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്രയും ക്രൂര മനസ്സിലുടമയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോധ്യം വന്നിട്ടുണ്ടോ?
If you want a peaceful weekend, do not turn on your TV because the biggest knockouts are officially here. അങ്ങനെ ഞങ്ങൾക്കിപ്പം ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹത്തിന് പൂർവ്വബന്ധം ഉണ്ടായിരുന്നുവെന്നും വിവാഹം നിശ്ചയിച്ചിരുന്നുവെന്നും കൊല്ലത്തുള്ള ഒരു കുട്ടിയുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരുന്നു. അത് ഇയാൾ തന്നെ അത് ബോധപൂർവ്വം ആ വിവാഹം നിശ്ചയിച്ച ശേഷം നിന്ന് പിന്മാറി. ആ കുട്ടി അതുകൊണ്ട് ആ കുട്ടിയും സൂചിച്ചത് അതിനെയും ഒരു ഗൗരവമായ അന്വേഷണം നടത്തുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ ഈ ഞങ്ങളുടെ കുട്ടി വിവാഹം ചെയ്ത ശേഷം ഈ സമീപകാലത്തായി മറ്റൊരു കുട്ടിയുമായിട്ട് ലവ് അഫെയർ ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടിയുമായിട്ട് ചാറ്റും മറ്റും നടത്തിയിരുന്നെന്നും ഒക്കെ പറയുന്നത് അതൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് മോളുടെ ഫോണും ഡയറികളെല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ ഫോൺ പരിശോധിച്ച് എന്നൊക്കെ നോക്കേണ്ടതാണ്. ആ ചാറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ഫോൺ റിട്രീവ് ചെയ്ത് ഇത്തരം മെസ്സേജുകൾ ഒന്ന് നോക്കണം എന്ന് കൂടി എനിക്ക് പറ്റുന്നത്. അതിലൂടെ നമുക്കത് തെളിയിക്കാൻ പറ്റും. ഇപ്പോ ഈ മരണശേഷമാണ് ആരതിയുടെ മരണശേഷമാണ് ആദ്യം വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തതാണ് എന്നുമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പക്ഷേ ഈ അതുലിന്റെ വീട്ടുകാർ അത് നിഷേധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ മാത്രമാണോ ആ ആദ്യ വിവാഹ അഭ്യർത്ഥന നടത്തിയ പെൺകുട്ടിയെ കുറിച്ചും അതിലെ ആ കുട്ടിയുടെ ആത്മഹത്യയെ കുറിച്ചും അറിയുന്നത് ഇപ്പോൾ മാത്രമാണോ? അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ടതാണോ ഈ മരണത്തിന് ശേഷം? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഞങ്ങൾ കഴിയുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ അന്വേഷിക്കാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ പോലീസിന് കൈമാറാം. മകള് അമ്മയോടും അച്ഛനോടും നിരന്തരം പീഡനം സഹിക്കേണ്ടി വരുന്നുണ്ട്, മദ്യപിച്ചിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ വാട്സ്ആപ്പ് ചാറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ശബ്ദ സന്ദേശങ്ങളുണ്ട്. അപ്പോൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടി ആരതി എത്തിപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നില്ലേ? അത് പരിഹരിച്ചു പോകുമെന്നതായിരുന്നോ കരുതിയിരുന്നത്? എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ മകളെ ഒപ്പം നിർത്താനോ അല്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് എത്തുന്നത്? നമുക്ക് മുൻകാല അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായില്ലേ? ഇത്തരം ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ ചെന്നെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞ അച്ഛനമ്മയാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല. അച്ഛനമ്മയും ഇത്തരം ഞാൻ അച്ഛനോടും അച്ഛനും പറഞ്ഞുള്ളൂ സംസാരിക്കാൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എന്റെ മകൾ പോകും എന്ന് അറിഞ്ഞിരുന്നില്ല. അമ്മയും പറയുന്നത് 1-2 ദിവസക്കാലം ഇവിടെ പോയി കുട്ടിയെ കാര്യം അമ്മയുടെ അച്ഛൻ വളരെ ഏജിലായിട്ടുള്ള അമ്മയുടെ അച്ഛൻ വീട്ടിൽ കിടപ്പിലാണ്. അപ്പോ ഒന്ന് തിരുവനന്തപുരം പോയി. ഇനി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ പെൺകുട്ടി പോയി. ഇനി നിങ്ങൾക്ക് കുറേ ദിവസം ന്യൂസിൽ ഇരുന്ന് ചർച്ച ചെയ്യാം, ഇങ്ങനെ സംസാരിക്കാം. എല്ലാ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം, ഇനി ആരും ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവരുത്. കോപ്പാണ് ഇവിടെ ഇനിയും ഉണ്ടാവും. ഇതുപോലെ ആരതിയും വിസ്മയും എല്ലാം ഇനി ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ ഈ കേരളത്തിലുണ്ടാവും. ഇതിനൊരു തടയിടണമെങ്കിൽ ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്നവർക്കെതിരെ തക്കതായ നടപടി എടുക്കണം. എങ്കിലേ ഇവനൊക്കെ ചൂട് തട്ടത്തുള്ളൂ. അല്ലാതെ നന്നാവത്തില്ല. ഇവനൊക്കെ കുടിച്ച് കള്ളും കുടിച്ച് മറ്റേ വേറെ പെണ്ണുങ്ങളോടെയും പോയിട്ട് അവരാധിച്ച് നടക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇവളെ നെഞ്ചത്തങ്ങ് കയറും. പിന്നെ അവിടെ വീട്ടിൽ വരുമ്പോൾ തരിപ്പുണ്ടെങ്കിൽ ഇവളെ അടുത്ത് ആ തരിപ്പും തീർക്കും, ഇടിയും കൊടുക്കും. ഇവളുമാർ സഹിച്ച് കിടക്കും. അവസാനം അമ്മയെ വിളിച്ചും കരയും. വീട്ടുകാർ വിളിച്ചാലും വരൂല. ഇതൊക്കെ തന്നെ. ചില പെണ്ണുങ്ങൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കും, വീട്ടുകാർ സമ്മതിക്കത്തില്ല. മോളെ നീ അവിടെ നിന്നില്ല, അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറയും. ചില മക്കൾ വരാൻ നിന്നാൽ വീട്ടുകാർ വാ മക്കൾ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പറയും ഇല്ല അമ്മ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം. അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ആരതി എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു? അവിടെയാണ് ഒരു മിസ്റ്റേക്ക് വരുന്നത്, ഒരു ചോദ്യചിഹ്നം വരുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു ദുരൂഹത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മേ ബി തീർത്തതാവാം. ഈ അതുലെന്ന് പറയുന്ന പരനാറി എന്തൊക്കെ പറക്കാത്ത കടയാടി തീർത്തതാവാൻ ഉള്ള ഒരു 90% ചാൻസ് ഈ ഒരു കേസിൽ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പെൺമക്കളെ കെട്ടിച്ച് മാത്രം വിട്ടാൽ പോരാ, വല്ല ഗവൺമെൻറ് ജോലിക്കാരന്മാരോട് അല്ലേ, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ കുറേ പണമുള്ളവൻ്റെ കെട്ടിച്ച് വിട്ടാൽ മാത്രം പോരാ. അവരവിടെ ഓക്കെ ആണോ, സേഫ് ആണോ എന്നുള്ളതും കൂടി അന്വേഷിക്കുക. അതുപോലെ വലിയ വിദ്യാഭ്യാസം പഠിപ്പും ഗവൺമെൻറ് ജോലിയുള്ള പയ്യന്മാരെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറേ സ്വർണവും പണവും കാറും ഒക്കെ എടുത്ത് കൊടുത്ത് വലിയ സ്ത്രീധനങ്ങളൊക്കെ വാരിക്കോരി കൊടുത്ത് ഒരു കച്ചവടം നടത്തുന്ന ഈ ഒരു സിസ്റ്റം ഇവിടെ നിന്ന് മാറും. അന്നൊരു വിധമൊക്കെ നന്നാവും. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആണ്.